നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മുടെ കുറേ വാർത്തകൾ. ഒന്ന് ദിലീപിന്റെ വിധി 8-ാം തീയതി നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസം ഇലക്ഷനെ ബാധിക്കുമോ? നേരിട്ട് ബാധിക്കില്ലെങ്കിൽ പോലും അതൊരു ഓളം ഉണ്ടാക്കും. അതൊരു സത്യമാണ്. എനിക്കറിയത്തില്ല. ശിക്ഷിച്ച പിണറായിയുടെ ആൾക്കാരെല്ലാം കൂടെ അന്ന് മുതലെടുക്കും. ഞങ്ങളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാലും മതി. അന്ന് ശിക്ഷ വിധിച്ചില്ല, കണ്ടെത്തിയാലും ഞങ്ങളുടെ വിജയമാണെന്ന് പറയും. ബാധിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരിക്കലും സംസ്ഥാന ബജറ്റ് മാണിസാർ ബജറ്റ് ചെയ്യുന്ന ദിവസം ബജറ്റിന്റെ ഗസ്റ്റെല്ലാം അണിനിരന്നും ബജറ്റ് മാണിസാർ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്ന് ആ നേരത്ത് ചർച്ച നടന്നതും വാർത്ത വന്നു. 6 ബാലകൃഷ്ണനെ സുപ്രീം കോടതി ശിക്ഷിച്ചെന്നുള്ളത്. അതോടെ അതായി പോയി. ബജറ്റ് തീർന്നു. ഈ ഗസ്റ്റിനെ വിളിച്ച് ചർച്ച നടത്താനും പറ്റില്ല. ഇവർ സാമ്പത്തിക വിദഗ്ധന്മാരല്ലേ വന്നിരിക്കുന്നത്. എല്ലാ ചാനലും വന്ന് നെട്ടോട്ട് ഓടിപ്പോയി ആ ഒരു ദിവസം. അതുപോലെ ദിലീപിന്റെ കേസിന്റെ വിധിയും പഞ്ചായത്ത് ഇലക്ഷനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അത് ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ എന്തായാലും 8-ാം തീയതി നന്നായി. ഇലക്ഷൻ 9 ഇലക്ഷൻ 9, 11, 13 റിസൾട്ട് വരുന്നു. 13, 11 ഇലക്ഷൻ സമയമുണ്ട്. അപ്പം സമയമുണ്ട്. ആ സമയത്ത് തീർന്നുള്ളൂ. എന്തായാലും നോക്കാം. അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ നമുക്കിത് ചർച്ച ചെയ്യേണ്ടത്, ഇന്നലെ പെട്ടെന്ന് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പൊന്തി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പൊന്തി വരവ് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, രാഹുലിൻ്റെ ഭാവിയെ ബാധിക്കും, കോൺഗ്രസിന്റെ സാധ്യതയെ ബാധിക്കും എന്നുള്ളതാണ് എങ്ങനെ തന്നെ വിലയിരുത്തുന്നു? അല്ല, ഈ പ്രധാന ഇപ്പൊ CPM സംബന്ധിച്ചിടത്തോളം അവർ പാകം പെട്ടിരിക്കുകയാണ്. ഈ ശബരിമല വിഷയം സ്വർണ്ണക്കൊള്ളയിൽ പെട്ടിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ അവസാന കൈയെന്നുള്ളതിലെടുത്ത് പ്രയോഗിച്ചാവാനാണ് സാധ്യത ഇതിങ്ങനെ കൊണ്ടുവരിക. അപ്പം രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ അന്ന് വളരെ ശ്രദ്ധേയനായി മാറിയ ഒരു നേതാവ് അന്ന് പ്രശ്നമൊക്കെ വന്ന് പുള്ളി കുറച്ചങ്ങ് ഔട്ടായി പോയെങ്കിലും ഇപ്പം വീണ്ടും പുള്ളി തിരിച്ചു കയറി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും വന്നാൽ രാഹുലിൻ്റെ ആ ഒരു കോമ്പൻസേറ്റ് പുള്ളി കഴിയുന്നുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ അത് കോൺഗ്രസിന് ഇനിയും ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ശബരിമലയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി തോന്നുകയില്ല. ഞാൻ ഈ രാഹുലുമായി എനിക്ക് അത്യാവശ്യം പരിചയമുണ്ട്, അറിയാമല്ലോ. അതെ. അപ്പം ഞാൻ രാഹുലിനോട് ഇന്നലെയും സംസാരിച്ചു. ഈ വിവാദം പുറത്ത് വന്നതിന് ശേഷം സംസാരിച്ചു. പക്ഷെ ഞാൻ രാഹുലിനോട് 2 ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒന്ന്, ഈ ഓഡിയോ സത്യമാണോ, നിങ്ങളുടെ തന്നെ ആണോ ഞാൻ ചോദിച്ചിട്ടില്ല. 2, അത് ചോദിച്ചാൽ ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യമുണ്ട്, ഏതാണ് പെൺകുട്ടി? ഇത് 2 ഞാൻ ചോദിച്ചില്ല. ഞാൻ 2 ചോദിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അയാൾക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കേണ്ടെന്ന് ഓർത്താണ്. അപ്പം ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുലുമായിട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ഈ ചോദ്യം രാഹുലോട് ചോദിച്ചിട്ടില്ല. രാഹുൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന ഇതിനെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ ഈ ആരോപണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വീണ്ടും അല്ല, അതല്ല പൊളിറ്റിക്സ് ഞാൻ പറയുന്നത്. ഈ സംഭവം, അതായത് ഒരു പെൺകുട്ടിയുമായി രാഹുൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടാക്കി, ഗർഭം ഛിദ്രം നടത്തി എന്നൊക്കെ പറയുന്ന ഈ ആരോപണവും ഈ സംഭാഷണവും ഒക്കെ വ്യാജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ വിശ്വാസം രാഹുലിനോട് പറഞ്ഞിട്ടില്ല. രാഹുലിനോട് ശരിയാണോ തെറ്റാണോ ഞാൻ ചോദിച്ചിട്ടില്ല. രാഹുൽ പൂർണ്ണമായി നിഷേധിച്ചിട്ടുമില്ല. രാഹുൽ പൂർണ്ണമായി നിഷേധിച്ചിട്ടുമില്ല. അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനിത് വ്യാജമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ഇത് ഈ രാഹുലും ഒരു പെൺകുട്ടിയുമായി, ഈ ഓഡിയോയും ഈ ചാറ്റും എല്ലാം രാഹുലും പെൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിൻ്റെ ഒരു തകർച്ചയിൽ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ് എന്നും വിശ്വസിച്ചാണ് ഞാൻ വിഷയത്തിൽ ഇടപെടുന്നത്. ആദ്യമേ അത് പറയാം. രണ്ടാമത്, ഇപ്പോൾ പ്രചരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, എന്തോ പുതിയൊരു സംഭവം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതൊരു പുതിയ സംഭവമല്ല. ഇത് നേരത്തെ പുറത്തു വന്നിരുന്ന അതേ സംഭാഷണ ശകലത്തിന്റെ പുറത്തു വിടാതെ ബാക്കി വെച്ചിരിക്കുന്ന അംശമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. രാഹുലിനെ കുറിച്ച് അപ്പോഴൊരു വാർത്ത വരുന്നു, വലിയ വാർത്ത ഉണ്ടാവുന്നു, ചർച്ച ഉണ്ടാവുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ കുറച്ച് ഭാഗം കൂടി വരുന്നു. ഇതിവിടെയും അവസാനിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതിന്റെ ബാക്കി വരാം. ഇനി ബാക്കി വരിക മാത്രമല്ല, ഈ പെൺകുട്ടി പോലും രംഗത്ത് വരാം. നേരിട്ട് ഇപ്പൊ ഈ 2 പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടില്ല. പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ല, മൊഴിയെടുക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. അതാണ് പശ്ചാത്തലം. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും, കാരണം ഈ വിവാദം പുറത്തേക്ക് വന്നതിൻ്റെ പിന്നിൽ രാഹുലിന് രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്കാരടക്കം, അത് ആദ്യം പറയണം, സ്വന്തം പാർട്ടിക്കാരടക്കം എതിരാളികളെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് CPM-കാരടക്കം BJP-കാരടക്കമുള്ള
രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ട വാസ്തവത്തിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു ആ അജണ്ടയ്ക്കൊപ്പമാണ് ഈ പെൺകുട്ടിയും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് എൻ്റേതായ അന്വേഷണം നടത്തി. രാഹുലിനോട് ചോദിച്ചില്ല. ഞാൻ ഇവർ പറയുന്ന ഇതിൻ്റെ അതൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ പരത്തുന്ന ചാറ്റർജി എന്ന് പറഞ്ഞ് ഇവർ പരത്തുന്ന ഒരു സംഭവം, രാഹുലിന് ഒരുപാട് പെൺകുട്ടികളോട് ബന്ധമുണ്ട്, രാഹുൽ ഒരു പെൺകുട്ടിയുടെയും അടുത്ത് സുരക്ഷിതല്ലാതെ, അതൊക്കെ വ്യാജമാണ്. ഈ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകളും ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദവുമൊക്കെ ഒരേ ഒരു പെൺകുട്ടിയുടേതാണ്. അത് രണ്ടുപേരുടെ അല്ല. രണ്ടാമതൊരാൾ ഇതുവരെ രാഹുലിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ അങ്ങനെയാണ് എന്ന് ഇവർ വരുത്തി തീർക്കുന്നതാണ്. രാഹുലിന് ഒന്നിലധികം പെൺകുട്ടികളുടെ ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന പല ചാനൽ അവതാരകരുടെയും പേര് പുറത്തു വന്നിട്ടുണ്ട്, എനിക്ക് വിശ്വാസമില്ല. അതേസമയം ഒരു ചാനലിലെ ഒരു അവതാരിക അവരത് നിഷേധിക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചില്ല, ആ പെൺകുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് സംസാരിച്ചു. അപ്പോൾ അവരും പറഞ്ഞു അവരുടെ ശബ്ദം തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല, നിഷേധിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നിയമപരമായി രാഹുൽ തൽക്കാലം സേഫാണ്. ഇനി ആ പെൺകുട്ടിയുടെ എന്തായിരിക്കും സംഭവിച്ചതെന്ന് നമ്മൾ പരിശോധിക്കാം. ഇവർ തമ്മിൽ അടുപ്പമായിരുന്നിരിക്കാം. കാരണം ഏറ്റവും രസകരമായൊരു സംഗതിയും കൂടെ ഉണ്ട്. ഞാനൊരു ട്രോള് കണ്ടപ്പോഴാണ് ഞാൻ ആ തമ്പും കൊടുത്തത് തന്നെ. അതായത് ആദ്യത്തെ വിവാദം എന്തായിരുന്നു? ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു. അതെ, ഇപ്പൊ നേരെ ഗർഭം ഉണ്ടാക്കി കുട്ടി വേണം എന്നങ്ങോട്ട് പറഞ്ഞതാണ് ചാറ്റ് കാണുന്നത്. അപ്പൊ ഇതിലേതാ ചെയ്യേണ്ടത്? ഗർഭം ഉണ്ടാക്കണമായിരുന്നു, അത് ഇതിലേതാണ് കുറ്റകൃത്യം? അപ്പോൾ ഈ രണ്ട് തരത്തിലെ വിവാദം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ആ ചാറ്റ് എടുത്ത് നോക്കുമ്പം ചാറ്റിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പേര് സേവ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചല്ലോ. അതെ, രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലും ഇഷ്ടത്തിലുമായി കഴിഞ്ഞാൽ നേരത്തെ പരിചയപ്പെടുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എഴുതും. രണ്ടുപേരും ഇഷ്ട അച്ഛാ ഉച്ച എന്താണ് പറഞ്ഞത്, രാഹുൽ ഏട്ടൻ അല്ലെങ്കിൽ എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ഒന്ന്. രണ്ട്, ഡിഫോൾട്ട് ടൈമർ ഓൺ എന്നാണ് കാണിക്കുന്നത് കോളിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ ചാറ്റ് തന്നെ മാഞ്ഞു പോകും. നമ്മുടെ ഈ ഫോണിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മളൊരു ഫോണിനെ നമ്മൾ സെറ്റ് ചെയ്യുക 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ ഒക്കെയുള്ള ഈ സാധനം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടാണ് ഇയാളുടേത്, മാങ്കൂട്ടത്തിന്. എന്നിട്ടും ഈ ചാറ്റ് സ്ക്രീൻഷോട്ട് കോപ്പി എടുത്ത് വെച്ച്, എന്ന് മാത്രമല്ല ശ്രദ്ധിക്കണം, വാട്സാപ്പിലൂടെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചത്. ആ ശബ്ദം ശ്രദ്ധിച്ചു. അതായത് പെൺകുട്ടിയുടെ ശബ്ദം നന്നായിട്ട് കേൾക്കാം, രാഹുലിന്റെ ശബ്ദം ഫീബിൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഡയറക്റ്റ് കോളിലല്ല വിളിച്ചിരിക്കുന്നത്, മറ്റൊരു കോൾ വെച്ച്. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം, ഈ ചാറ്റ് ഇപ്പോൾ ആദ്യത്തെ ചാറ്റ് പുറത്തു വന്നല്ലോ, ഏതായിരുന്നു? എനിക്ക് കുഞ്ഞാവണം, എനിക്ക് മാർച്ച് മുഴുവൻ നമുക്ക് സംഗതി ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ചാറ്റ് ഉണ്ടല്ലോ. ആ ചാറ്റ് 24 മണിക്കൂറിന് ഡിസപ്പിയർ ചെയ്യേണ്ടതാണ്. ഡിഫോൾട്ട് ഡിസപ്പിയറിംഗ് മെസ്സേജ് ഞാൻ പറഞ്ഞത്, ഡിസപ്പിയർ ചെയ്യേണ്ടത്. അന്ന് നല്ല പ്രണയത്തിലായിരുന്നപ്പോൾ പോലും ആ ചാറ്റ് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. വാട്സാപ്പിൽ ഫോൺ വിളിച്ചിട്ട് ട്രോമയാണെന്ന് എല്ലാവരും, നമ്മുടെ ലക്ഷ്മി പത്മിയൊക്കെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ ട്രോമ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അവൾ അതീവ വേദനയിലാണ്. ഈ വേദനയിൽ അവൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും ഇവള് ഈ കോൾ വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്യും. വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണ കൂർമ്മ ബുദ്ധി വേണം. എന്ന് മാത്രമല്ല, ഈ വാർത്തകൾ വരുമ്പോഴൊക്കെ ഈ പെൺകുട്ടി ജോലിയിലുണ്ട്. സഹപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെ സംബന്ധം നിഷേധിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു വൈഡർ പ്ലോട്ടിൻ്റെ ഭാഗമായി ഇയാളെ തീർക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു അഭ്യാസമാണ്. അത് ഒരു ഹണി ട്രാപ്പാണ് എന്ന തരത്തിലെത്തേണ്ടി വരും. അതെ, ഒരു തരത്തിൽ ഹണി ട്രാപ്പ് തന്നെയാണ്. ഹണി ട്രാപ്പ് തന്നെയാണ്. ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്. ഈ രാഹുൽ ഒരു എലിജിബിൾ ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അയക്കാവാം, അയാൾക്ക് ഇഷ്ടമുള്ള, അയാളോട് ഇഷ്ടം പറയുന്ന ഒരു പെണ്ണിനോട്, പ്രായപൂർത്തിയായ ഒരു പെണ്ണിനോട്, അയാളോട് ഇഷ്ടം പറയുന്ന പ്രായപൂർത്തിയായ ഒരു പെണ്ണിനോട് അയാൾക്ക് നോ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ചോദിക്കുന്ന അയാൾ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അയാൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ അയാൾ കുടുംബസ്ഥനാണെങ്കിൽ തീർച്ചയായും ചില ധാർമ്മികതയുണ്ട്, ഭാര്യ മക്കളുണ്ട്. അല്ലാത്തൊരാൾ പൊതുപ്രവർത്തകനാകാവോ? പൊതുപ്രവർത്തകൻ എന്തുകൊണ്ട് ഇത് പാടില്ലാത്ത? ഇത് മന്ത്രിമാരുടെ ആഫീസിലും MLA മാരുടെ ആഫീസിലും ഒക്കെ നടക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ബന്ധങ്ങൾ. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ആളാണ് ജില്ലാ സെക്രട്ടറിയുടെ കാര്യങ്ങൾ. ഗണേഷ് കുമാറിന് തന്നെ നേരത്തെ എത്ര പെണ്ണുങ്ങളോട് ബന്ധമുണ്ടെന്ന്. എന്നോട് മുകേഷിന്റെ ഒരു ഭാര്യ, മുൻ ഭാര്യമാരിൽ ഒരാൾ, ഞാൻ ആരാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത്,
ഇയാൾ പമ്മിൻ പോയിരുന്നിട്ട് ഈ പെണ്ണുങ്ങളെ മുത്തേ പാലേ തേനേ ചാരേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്നോട് രണ്ടും അത് സഹി കെട്ടിട്ടാണ് ഈ ഇന്ദിരെ പമ്മി പോയിരുന്നത്, അല്ലാതെ അങ്ങ് വിളിച്ചു, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാണ്. പൊതുരംഗത്തുള്ള ആളാണ്, MLA ആണ്, ജനപ്രതി. ഈ രോഗം ഇവന്മാർക്കെല്ലാം ഉണ്ട്. ഇവിടെ രാഹുൽ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത്, രാഹുലിന് ഈ സ്ത്രീയുമായി ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ട് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ തന്നെ രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് കാണുമല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം രാജ്മോഹൻ, ഈ ചാറ്റിന്റെ കുറെ ഭാഗം, ഈ വോയിസിന്റെ കുറെ ഭാഗം മാത്രമാണ് പുറത്തു വിടുന്നത്. അപ്പം ഈ സംഭാഷണത്തിന് തുടക്കം എങ്ങനെയായിരിക്കും, അതെങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഇതിനു മുമ്പ് എന്തെല്ലാം സംഭാഷണം കാണും? രാഹുലും അയാളും തമ്മിലുള്ള ഈ വലിയ അടുപ്പകാലത്തെ സംഭാഷണങ്ങളൊക്കെ അതും വേറെ കാണുമായിരിക്കുമല്ലോ, ഇഷ്ടം പോലെ കാണുമായിരിക്കും, എല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ആദ്യം ഇവർ ശ്രമിച്ചപ്പം അത് എനിക്ക് ഇതിനകത്തൊരു കാര്യം ഓർക്കണം. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എര രാഹുൽ മാങ്കൂട്ടത്തിനല്ല. രാഹുൽ റിക്കവർ ചെയ്തെടുത്തു. രാഹുൽ അത് വളരെ വേഗത്തിൽ റിക്കവർ ചെയ്തെടുത്തു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഇര VD സതീശനാണ്. അത് സതീശൻ പോലും മനസ്സിലാക്കിയിട്ടില്ല. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ VD സതീശന് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. PV അൻവർ അടുപ്പിക്കാൻ പാടില്ല, ബാക്കി എല്ലാവരും അൻവർ വേണം വന്നത്. അപ്പം നിലമ്പൂരിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ സതീശിനെ വെല്ലുവിളിച്ച് അയാൾ രംഗത്തിറങ്ങി അവിടെ മത്സരിച്ചു. അതായത് UDFന്റെ വിജയം ഇല്ലാതാക്കാൻ സതീശിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ നിലമ്പൂരിൽ മത്സരിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. അന്ന് അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ആര്യാടൻ വേണ്ട എന്ന് പറഞ്ഞാൽ തോറ്റുപോകുന്നത് കൊണ്ടാണ്. അതായത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച തോറ്റുപോകും, UDFനെ അങ്ങനെ ഒരു തോൽവി പാടില്ല എന്ന് പറഞ്ഞാണ് അൻവർ രംഗത്ത് വരുന്നത്. എന്നിട്ട് തോൽപ്പിക്കാൻ വേണ്ടി അൻവർ നിന്നിട്ടും ആര്യാടൻ ഷൗക്കത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ. അപ്പം ഇവിടെ VD സതീശൻ ഹീറോയായിരുന്നു. ആ ഹീറോ പരിവേഷത്തിൽ നിന്ന് VD സതീശൻ കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ മിസ്റ്റേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത്. അതിൻ്റെ വില നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതിനുശേഷം ആ രാഹുലിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം VD സതീശന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ഈ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട്, ഹാൻഡ്ലേഴ്സ് ഉണ്ട്. അവർ CPMന്റെ പോലെ കൂലിക്കാരല്ല. CPMന് ഇഷ്ടം പോലെ കൂലിക്കാരുണ്ട്, കൂലിക്ക് പണം വെച്ചിരിക്കുന്നു, ശമ്പളത്തിന് വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്, AKG സെന്ററിലുണ്ട്, അല്ലാതെ തന്നെ സഖാക്കൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ കോൺഗ്രസിൽ 1 രൂപയും കൊടുക്കാതെ തന്നെ ആത്മാർത്ഥമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എനിക്കറിയാം കൊല്ലംകാരൻ ഷാനവാസ് താഹയൊക്കെ ഉണ്ട്, നമ്മൾ പതിയെ അറിയത്തുള്ളൂ. ഹാരിസ് അറബി അവരുടെ ഒരു ഭാഗമാണ്. ഹാരിസ് അറബി ഇവൻ്റെ ഈ കാര്യത്തിൽ ഇയാൾക്കെതിരായിരുന്നു, ഈ രാഹുലിൻ്റെ കാര്യത്തിനെതിരായിരുന്നു. അപ്പം ഈ പറയുന്ന ആളുകളെല്ലാവരും അവരുടെ കയ്യിലെ പണം മുടക്കി ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ സൈബർ വിങ്. ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഹാരിസ് അറബിയെ പോലെ നിഷാ സോമനെ പോലെ കുറച്ചുപേർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും VD സതീശനെയാണ് പിന്തുണച്ചിരുന്നത്. രാഹുൽ ഇവരെല്ലാം പുതിയ ജനറേഷന്റെ കോൺഗ്രസിലെ. ഇവിടെ ഈ പിന്തുണ അങ്ങ് നിന്നുപോയി. ഏത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കഴിഞ്ഞതോടെ ഇവർ കംപ്ലീറ്റ് VD സതീശനെ അങ്ങ് വിട്ടു. മാത്രമല്ല VD സതീശന് എതിരെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ തുടങ്ങി. അത് പ്രതിരോധിക്കാൻ ആരുമില്ലാതായി എന്ന് മാത്രമല്ല, ഇവർ ബുദ്ധിപരമായി ഷാഫി പറമ്പിലും രാഹുലും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വിഭാഗമല്ല അവരുടെ ലീഡറായി KC വേണുഗോപാലിനെ എടുത്തു. കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് KCക്ക് ഇവിടെ ഒരു KC AICCയുടെ സർവ്വതുമാണ്. KCക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടെങ്കിൽ കേരളത്തിൽ KC ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല. KC കൊണ്ടുവന്ന് ഇറക്കി ചെയ്ത കുറേ ആൾക്കാരുണ്ട്. KCയിലേക്ക് മാറിയപ്പം സിദ്ദിഖ് അടക്കമുള്ള കുറേ പേര് അവസരം നോക്കി KCയിലേക്ക് മാറി. അങ്ങനെ കുറേ നേതാക്കളുണ്ടെങ്കിലും KCക്ക് പറ്റിയ ഒരു അണികളുടെ ഒരു ശൃംഖല ഉണ്ടായിരുന്നില്ല. ഞൊടിയിടയിൽ ഈ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ ഇവരുടെ കയ്യിൽ വലിയൊരു രാഹുൽ വലിയൊരു ടീമില്ലേ. അതിന്റെ ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടത് രാജ്ഭവൻ. ഇതിനുശേഷം KCയുടെ ഇമേജ് പതിപടിയായിട്ട് വർദ്ധിക്കുന്നു. ഇപ്പൊ പണ്ടൊക്കെ KC ഇറക്കം നൂലിൽ കെട്ടി ഇറക്കിയ ബഹളം. ഇപ്പൊ അങ്ങനല്ല. KC വന്നാൽ എന്താ കുഴപ്പമെന്ന് തോന്നൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലായി. അത്ര VD സതീശനെ അപേക്ഷിച്ച് KCകളുടെ ഒരു പ്രത്യേകത, KC ഇവിടെ താഴെ KC ലെവലിൽ തൊട്ട് കോളേജിൽ പ്രവർത്തിച്ച് വന്ന ഒരാളാണ്. പിന്നെ പുള്ളി ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയപ്പോൾ മാത്രമേ അതങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളൂ. അതുവരെ കേരളത്തിൽ തന്നെ കുറച്ചത് ഒരാളല്ലേ KC. അപ്പൊ അതുകൊണ്ട്
വലിയ നഷ്ടമുണ്ടായി. അപ്പം രാഹുൽ എന്ത് ചെയ്തു? ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രഷറും VD സതീശൻ്റെ പ്രഖ്യാപനങ്ങളും ഈ ആ സമയത്ത് വന്ന പ്രസ്താവനകളൊക്കെ കാരണം രാഹുൽ ഒന്ന് പതുങ്ങിപ്പോയായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അയാൾ നിഷേധിക്കാൻ അയാൾക്ക് ആത്മധൈര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് സംഭവിച്ചത്. കാരണം അവർ തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഞാൻ പിന്നീട് വിശദമായിട്ട് അന്വേഷിച്ചു. എൻ്റെ കാര്യങ്ങൾ മനസ്സിൽ ഇവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു രണ്ടുപേരും. അപ്പം ആ പെൺകുട്ടിക്ക് ചില പേഴ്സണൽ പ്രശ്നമുണ്ടായിരുന്നു. രാഹുലും അവർ തമ്മിൽ അടുപ്പത്തിലായി. വിവാഹം കഴിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ടെന്ന് രാഹുലിന് സൂചന കിട്ടുന്നത്. അതോടെ അകന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയതാണ്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? അപ്പം ഞാൻ പറഞ്ഞ അന്ന് രാഹുലിനെ പറ്റി പാർട്ടിക്കാർ എതിരാവുന്നു, ഭയങ്കരമായ ആകെപ്പാടെ ബുദ്ധിമുട്ട്, പ്രതിരോധിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. വീട്ടിൽ തന്നെ ഇരുന്നു ഒരു മാസം. ഈ ഒരു മാസം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാം, ആ ദിവസങ്ങളിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഈ അദ്ദേഹം വീട്ടിലായിരുന്ന സമയങ്ങളിൽ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കരഞ്ഞിട്ടുണ്ട് ചില ദിവസങ്ങളിൽ. ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഉറക്കഗുളി കഴിച്ചാൽ ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം അയാളുടെ സുന്ദരമായ ഒരു രാഷ്ട്രീയ ഭാവി തീർന്നു ഒറ്റയടിക്ക് പോയതിനെ അയാൾ ഉറങ്ങാതെ വിഷമിച്ച സമയത്ത്. പക്ഷേ പടിപടിയായി അയാൾക്ക് മനസ്സിലായി. ഞാൻ അയാളോട് പലതവണ പറഞ്ഞു, രാഹുൽ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. ഒരു കോൺഗ്രസ്സുകാരും നിങ്ങളെ കൂട്ടത്തില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവരും എൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോഴും അവരൊക്കെ അങ്ങനെ ആണെന്ന് പറയുന്നുള്ളൂ. ആരും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തണം. നിങ്ങൾ നിയമസഭയിൽ പോകണം. നിങ്ങൾ പാലക്കാട് പോകണം. കോൺഗ്രസിൽ എപ്പോഴും അങ്ങനെയാണ്. നമുക്കൊരു പ്രശ്നം വന്നതല്ല, നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെടും. നമ്മൾ സ്വയം തന്നെ നമ്മൾ ഇറങ്ങുന്നില്ല. പോലും സംഭവിച്ചാണ് അത്. ആരെ കെ കരുണാകരൻ പോലും സംഭവിച്ചാണ് അറിയാം. അവസാനം എന്നോട് ഇയാൾ പറഞ്ഞ ഒരു കഥയുണ്ട്. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പോവുകയാണ് ഡൽഹിയിൽ. അപ്പം സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് വെളിയിൽ കരുണാകരൻ ഇരിപ്പുണ്ട്. അപ്പം 2 ദിവസം കാത്തിരുന്നു കരുണാകരൻ ഇരിപ്പുണ്ട്. അപ്പം തൊട്ടടുത്ത് പോയി ഇരുന്ന് വർത്തമാനം. കരുണാകരൻ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. ആയ സമയത്ത് നിന്നെ വേണ്ടതുപോലെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഇനി നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. പുള്ളി രാജ്മോഹനോട് പുള്ളിക്കാരനോട് പറഞ്ഞു, 10 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി ഇരിക്കുന്നല്ലേ എന്ന് ചോദിച്ചു. ആ സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കരുണാകരന്റെ പ്രതാപകാലത്ത് കേരള ഹൗസിൽ ഇരിക്കുകയുള്ളൂ. കേന്ദ്രമന്ത്രിമാരെല്ലാവരും ഇവിടെ ആലോചിക്കേ. കരുണാകരൻ 10 രൂപ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധിയെ കാത്തിരിക്കുമ്പോൾ കരുണാകരനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അന്ന് KPC ജനറൽ സെക്രട്ടറി ആണ് ഉണ്ണിത്താൻ. അതെ, KPC ജനറൽ സെക്രട്ടറി TK ഹംസ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. TK ഹംസയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് തിരിച്ചടിയായിട്ട് ഇത് കരുണാകരൻ കാരണമാണ്. അവസാനം കരുണാകരൻ മുഖ്യമന്ത്രി രാജിവെക്കുന്ന ദിവസം TK ഹംസ CPM-ന്റെ MLA ആണ്, അത് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് തോന്നിയെന്ന്, നമ്മളെ പഴയ ലീഡറല്ലേ, ഒന്ന് കണ്ടേക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ പരാജയത്തിൽ സന്തോഷിക്കാനല്ല, നമ്മളെ പഴയ നേതാവല്ലേ, ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറഞ്ഞ് ചെന്നപ്പോൾ ക്ലിഫ് ഹൗസിൽ ഒരു ഒറ്റ മനുഷ്യയില്ലെന്ന് പറഞ്ഞു. ഈ കരുണാകരൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഹംസ എന്ന് പറഞ്ഞ ലീഡറെ അങ്ങനെ പറഞ്ഞത്, ഹംസ എനിക്ക് നിൻ്റെ കാര്യത്തിൽ അബദ്ധം പറ്റിപ്പോയതാണ്. അദ്ദേഹം വളരെ ഹൃദയം തുറന്ന് സംസാരിച്ചു. അപ്പോൾ ഹംസ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. ഇവർ അനുയായികൾ ചുറ്റും ഇങ്ങനെ കൂടിയുന്ന ആരും കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം ഒരുത്തന്നെ കട്ടാലം വന്നാൽ ഇവരാരും കൂടെ നിൽക്കില്ല. അപ്പം ഞാൻ ഈ പയ്യനോട് പറഞ്ഞിരുന്നു, എടാ നീ ഇങ്ങനെ നിന്നാൽ നിന്റെ ജീവിതം പോകും. പിന്നെ അവൻ തന്നെ ആത്മധൈര്യം ഉണ്ടാക്കി. അങ്ങനെയാണ് അവൻ പാലക്കാട് എത്തി. അവൻ നിയമസഭയിൽ പോയി. നിയമസഭയിൽ അവന് ഒരുപാട് അധിക പ്രശ്നം കാണിക്കാൻ പറ്റില്ല. കാരണം നേതൃത്വത്തെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. ഇവൻ നേരിട്ട പ്രശ്നം നേതൃത്വത്തെ അവന് തള്ളിപ്പറയാനോ അവരെ അപമാനിക്കാനോ പറ്റത്തില്ല. അവരടുക്കരുത്. അവൻ ശരിക്കും നിയമസഭയിൽ വന്നാൽ ഹീറോ ആയേനെ. പക്ഷെ ഇവരെ അവനെ അടുപ്പിക്കില്ല. സംസാരിക്കാനും പറ്റില്ലല്ലോ. ഇവരനുവദിച്ചാലേ സംസാരിക്കാനും പറ്റില്ല. ഇവരവനെ അനുവദിക്കാൻ. അത് കഴിഞ്ഞ് ഇവൻ പാലക്കാട് പോയി. പാലക്കാട് പോകാൻ ആരുടെ അനുവാദം വേണ്ടല്ലോ. അവൻ പാലക്കാട്ടെ MLA. അപ്പോൾ പാലക്കാട് ചെല്ലുമ്പോൾ അവൻ ഭയപ്പെടേണ്ട 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് BJP-ക്കാരും CPM-കാരും. അപ്പം ഞാനത് ചോദിച്ചു അവനോട് വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ, എത്ര ദിവസം തടയാൻ പറ്റും? 24 മണിക്കൂർ അവർക്ക് തടയാൻ എൻ്റെ പുറകെ നടക്കാൻ പറ്റും. അവർക്ക് വേറെ പരിപാടികളില്ലേ? 24 മണിക്കൂർ തടയാൻ പറ്റും. തടയട്ടെ, അവർ തടയുന്നു, ഞാനതിന് നിൽക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ പണി തുടരുന്നു. അത് തന്നെ സംഭവിച്ചു. ഈ കോൺഗ്രസ്സുകാർക്ക് CPM-മാർക്ക് ഇയാളുടെ പുറകെ നടക്കാൻ പറ്റുമോ? അങ്ങനെ അവിടെ ചെന്ന് പുള്ളി ജനങ്ങളുടെ ഇറങ്ങുന്ന ജനങ്ങൾക്ക് വിഷയമേ അല്ല. അവർക്ക് ജനങ്ങൾക്ക് സംബന്ധിച്ച് അവരാരോടും അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. സ്ത്രീകളൊക്കെ വളരെ അടുത്ത് ഇടപെടുന്നു. ഇവന്മാര് പരത്തിയ ആ ഭീതി വില പോയി. അവസാനം മന്ത്രി ശിവൻകുട്ടി വേദി പങ്കിടുന്നു. അതുപോലെ നമ്മുടെ അവിടുത്തെ പ്രമീള ശശിധരൻ BJP മുനിസിപ്പൽ ചെയർപേഴ്സൺ വേദി പങ്കിടുന്നു. അങ്ങനെയായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികൾ
രാഹുലിനെ കാത്തിരിക്കുക കൂടെ കൊണ്ടുപോകാൻ. സാധാരണഗതിക്ക് MLA-മാരൊന്നും അങ്ങനെ പോകത്തില്ല. ഇല്ല. അവർ യോഗത്തിൽ വന്ന് പങ്കെടുത്തിട്ട് പോകുന്നത് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. വീട് കയറാനൊന്നും അവര് വീട് കയറാൻ പോകില്ല. രാഹുൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വീട് കയറി. രാഹുൽ 2 ഗുണമുണ്ട്. ഒന്ന്, ആ പാലക്കാട് മണ്ഡലത്തിലുള്ള എല്ലാ വീട്ടിലും കയറാനൊരവസരം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഇനി അകലം എങ്ങനെയാണ് ജനങ്ങളുടെ പൾസ് എന്നറിയാൻ പറ്റും. മാത്രമല്ല MLA എന്ന നിലയിൽ രാഹുൽ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നു. രാഹുലിന് നേട്ടമാണ്, സ്ഥാനാർത്ഥിക്ക് നേട്ടമാണ്. അതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്തു? എല്ലാ വീടുകളും കയറി. രാഹുൽ ന്യൂഡൽഹിയിൽ പാലക്കാട് സ്റ്റാർ ക്യാമ്പയിനറായി. അവിടെ രാഹുൽ ഗാന്ധി വരുന്നതിനെക്കാട്ടിലും മറ്റാര് വരുന്നതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ഭയങ്കര ഡിമാൻഡായി. ഞാൻ അതേക്കുറിച്ച് വാർത്ത ചെയ്തു. ഇത് ഇവന്മാർക്ക് ഭയങ്കര കലിപ്പായി. ഇവന്മാർ പേടിച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർത്തിയാക്കി തീർക്കാൻ ഇറങ്ങിയതാ. രാഹുൽ ഇങ്ങനെ പോയ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവർക്ക് സീറ്റും കിട്ടും, വീണ്ടും രാഹുലിനേക്കാളും ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്ത് നാണക്കേടല്ലേ, മന്ത്രി കൂടെ തീർന്നില്ലേ? അതോടുകൂടി ഇവന്മാര് സഖി കെട്ടിട്ടാണ്, അത് നിവൃത്തി കെട്ടിട്ടാണ് ഇപ്പൊ ഇതിറക്കിയത്. സത്യത്തിൽ ഇവന്മാരിത് വെച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വിടാനാണ്. ഇപ്പൊ നിവൃത്തി കെട്ടിട്ടാണ്. അതും ഏതാണ്? അതേ സ്ത്രീ, അതായത് 3 മാസം മുമ്പ് വന്ന ആ വിവാദത്തിലെ സംഭാഷണത്തിലെ അതേ സ്ത്രീ, ആ സ്ത്രീയുടെ മറ്റൊരു സംഭാഷണം. ആ സംഭാഷണം പുറത്തു വിട്ടിട്ട് രാഹുലിനെ എന്നിട്ട് ചാറ്റർജി ഗീറ്ററും അവമാനിക്കുന്നു. മറ്റേ വീണ ജോർജൊക്കെ എന്താണ് ഹൂ കേഴ്സ് അല്ല ബി കേഴ്സ് ഒക്കെ പറഞ്ഞ് ഇവർ ഓർക്കണം. ഇവരാദ്യം കയറേണ്ടത് ആരെയാണ്? PK ശശി. ഈ KTDC ചെയർമാൻ സ്ഥാനത്ത് മാറ്റാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതെ, അവിടുത്തെ പാർട്ടി സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. പാർട്ടി സ്ഥാനം പോയിട്ടുള്ളൂ. അയാൾ 20 സീറ്റിലും കണ്ട ആളെ നിർത്തുക. KTDC ചെയർപേഴ്സൺ ഏറ്റവും പ്ലം പോസ്റ്റാണ്. KTDC ചെയർമാൻ ആകുന്ന ഏറ്റവും വലിയ പദവിയാണ്. അയാൾ ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അയാൾ സ്ഥാനാർത്ഥികളെ നിർത്തുക. CPM-ന്റെ ചരിത്രത്തിലുണ്ടോ? CPM-ന്റെ ചരിത്രത്തിൽ ഒരാൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോയാൽ ഇപ്പൊ കണ്ടില്ലേ, പാലക്കാട് ലോക്കൽ സെക്രട്ടറി മുൻ ഏരിയ സെക്രട്ടറിയെ വിളിച്ച് ചെയ്ത് വിളിച്ചു. തട്ടിക്കളയെന്നാണ് പറഞ്ഞത്. ആലോചിക്കുക, ലോക്കൽ സെക്രട്ടറി എവിടെ കിടക്കുന്നു? ഏരിയ സെക്രട്ടറി MLA-യേക്കാൾ പവർഫുള്ളാണ്. CPM-ല് സെക്രട്ടറി അംഗമായിരിക്കും, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അംഗമായിരിക്കും. അവൻ ഏതു സമയവും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകാനുള്ള സ്കോപ്പുള്ളവനാണ്. കാരണം ഏരിയ സെക്രട്ടറി എന്നല്ല, ജില്ലാ സെക്രട്ടറി അംഗമാണ്. വലിയ പദവി MLA ആണ്. ആ പദവിയിലിരുന്ന ആള് വളരെ വളരെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഇയാൾ വിളിച്ച് നിന്നെ തട്ടിക്കളയുമെന്നാണ് പറയുന്നത് ആ ഓഡിയോ കേൾക്കുമ്പോൾ. അതാണ് CPIM. അങ്ങനെ പറയുന്ന ആ CPIM-ല് ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശശിയുടെ പ്രശ്നം എന്താ? ശശി വനിതാ പ്രവർത്തകയെ മോശമായി പെരുമാറുന്നതാണ് ശശിയുടെ വിഷയം. സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗോപി കോട്ടമറയ്ക്കലിന് എന്തായിരുന്നു? അയാളെ കൊണ്ടുവന്ന് MLA ആയിരുന്നു, ജില്ലാ സെക്രട്ടറി ആയി, കേരള ബാങ്കിന്റെ ചെയർമാൻ. കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ ആയതേ ഉള്ളൂ. അതുവരെ കേരള ബാങ്കിന്റെ ചെയർമാനാണ്. വളരെ വലിയ പദവിയാണ്. പിണറായി വിജയൻ പണ്ടേ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ. പഴയ സംസ്ഥാന സഹകരണ ബാങ്കാണ് ഇപ്പോഴത്തെ കേരള ബാങ്ക്. അല്ല, അത് വലിയ വ്യത്യാസമുണ്ട്. സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുമ്പം ഇത് ഒരു ബാങ്കായി. പണ്ട് സഹകരണ ബാങ്കായി. അതിന്റെ ചെയർപേഴ്സണായിട്ട് വന്ന് എന്താണ് പാർട്ടി ഓഫീസിന്റെ അകത്ത് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി. അത് ഒളിക്യാമറ വെച്ച് പിടിച്ചു, തെളിവ് സഹിതം പുറത്തു. എത്ര ആളുകൾ, ഗണേഷ് കുമാറിനും മുകേഷിനും, ഞാൻ പറഞ്ഞില്ലേ മുകേഷിന്റെ കഥ പറഞ്ഞില്ലേ, എത്രയോ സ്ത്രീകൾ ആട്ടെ ഈ പറഞ്ഞ മുറി തട്ടുന്ന പരിപാടി, എവിടെ ഷൂട്ടിങ്ങിന് വരെ മുറി തട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞത്. അതുപോലെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പെൺവേട്ട, അത് മറ്റേ ബോബി ചെമ്മണ്ണന്റെ കാര്യം പറഞ്ഞല്ലോ, അത് രഹസ്യമല്ല, പരസ്യമാണ്. അതിലൊരു നാണവുമില്ല. ഈ ഗണേഷ് കുമാർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട നാട്ടുകാർ വോട്ട് ചെയ്യുന്നത്. ഗണേഷ് കുമാർ 26,000-30,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നത്? ഇയാൾ പെണ്ണി പിടിക്കുന്നത്. എന്നിട്ടും CPIM ഈ പയ്യന്റെ പുറകെ നടക്കുവാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവിടെ ഗ്രിപ്പുണ്ടാക്കി അവരുടെ ആ ഒരു സഹിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ അവർ വീണ്ടും ഈ കാപ്സ്യൂളെ രംഗത്ത് വന്നു. ഞാൻ ഇതിനെ കാണുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കത്തില്ലെന്നാണ്. എനിക്കൊരു ഇപ്പോഴും സംശയം അവിടെ അവശേഷിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഈ പൊതുപ്രവർത്തകർ എപ്പോഴും നമ്മുടെ ഒരു മാതൃകകളാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഈ ആരോപണം വീണ്ടും ഇത് കത്തി കയറുമ്പോൾ അത് ആത്യന്തികമായി ആ UDF-നെ ഗുരുതരമായി ബാധിക്കില്ലേ? ഇല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ തോക്കണം. ഗണേഷ് കുമാറിനെ ഈ സിനിമാക്കാരനും രാഷ്ട്രീയക്കാരനും അപ്പുറത്തേക്കുള്ള ഏറ്റവും കൂടുതൽ ഇമേജ് പെണ്ണുപിടിയെന്ന നിലയിലാണ്. രമേഷ് കുമാർ പിടിക്കാത്ത പെണ്ണുങ്ങളില്ല. അത് ഗണേഷ് കുമാറിന്റെ ചെറുപ്പം മുതലേ ഗണേശിനെ കുറിച്ചുള്ള കഥയാണത്. ആ ഗണേഷ് കുമാറിനോട് ഒരു കുഴപ്പമില്ല, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പക്ഷേ ഇടതുപക്ഷത്തെ സംഭവിച്ച് അവിടെ നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പാർട്ടി തന്നെ വരും. ആയിക്കോട്ടെ, ഇപ്പുറത്ത് കോൺഗ്രസിന് ജനങ്ങളുണ്ട്, പാർട്ടിക്കകത്തുള്ള പ്രശ്നം ഉണ്ടാവും.
ഞാൻ ചോദിക്കുന്നത് ഇവൻ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇപ്പം ഇവനെ ഈ പെണ്ണ് രംഗത്ത് വരിക നമ്മൾ ഇതിൻ്റെ അത് വേഴ്സ് എന്താണ്? ഈ പെണ്ണ് കൊണ്ട് പരാതി കൊടുത്തിട്ട് രംഗത്ത് വരുന്നു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേസെടുക്കും ഭയങ്കര ബഹളമാവും. പക്ഷെ ഇവൻ്റെ ഈ ചാറ്റ് ഉണ്ടാവുമല്ലോ, ഉണ്ട്, ഇവൻ്റെ ഉണ്ടാവുള്ള സംഭാഷണം ഇത് മുഴുവൻ പോലീസ് പരിശോധിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇവൻ പെണ്ണിനെ പീഡിപ്പിച്ചതാണോ അതോ പെണ്ണ് താല്പര്യപ്രകാരം ചോദിച്ചു വാങ്ങിയതാണോ എന്ന് വന്നാൽ ആ പ്രശ്നം തീർന്നില്ലേ? ആകെപ്പാടെ അവൻ വേണ്ടത് എന്താണ്? ഒരു കൺഫെഷൻ. അവൻ സമൂഹത്തോട് പറയണം, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, വിവാഹം കഴിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് തെറ്റിപ്പോയി. റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സമൂഹത്തിൽ അതിൽ ചില മോശം സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. തീർന്നില്ലേ? വേറെ ആരെങ്കിലും അതിന് ഇത്രയും ഗൗരവം? ഇവൻ അതേസമയം പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്, ഒരേ സമയം ഒരു പെണ്ണ് മറ്റൊരു പെണ്ണ് അങ്ങനെ പറ്റിയ ചതി വഞ്ചനയൊക്കെ ആണെങ്കിൽ അതിന് ഇച്ചിരി ഇമേജ് ഉണ്ടാവും. ഇവൻ അല്ലാതെ ഇവൻ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധം ഉണ്ടായിരുന്നപ്പോൾ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തു, അല്ല പെൺകുട്ടിയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ബന്ധം അതാ നിർബന്ധിച്ചല്ലോ. അതുകൊണ്ട് ഈ സമൂഹത്തിൽ അതൊരു ദോഷമായി ഞാൻ കരുതുന്നില്ല. ഈ സമൂഹം അതിനൊരു ദോഷം കരുതുന്നു ഞാൻ കരുതുന്നില്ല. ആകപ്പാടെ പ്രശ്നം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇവനെ ചവിട്ടി പൊട്ടിക്കേണ്ടത് കാരണം അവരെന്ത് ചെയ്തു. അപ്പം ഞാൻ കരുതുന്നത് കോൺഗ്രസ് പാർട്ടി മണ്ടത്തരം കാണിക്കാതിരുന്നാൽ ഇനി ഇത് പുറത്തു വന്നാലും ഈ പെണ്ണ് ഇവനെതിരെ രംഗത്ത് വന്നാലും ഇവൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ചാൽ സുഖമായിട്ട് ജയിക്കും. ഇതൊന്നും ഒരു തരത്തിലും ഏക്കുന്ന കാര്യമല്ല. അന്നെ പാലക്കാടുകാർക്ക് അവനോട് താല്പര്യമാണ്, അതൊരു വാസ്തവമാണ്. പാലക്കാടുകാരോട് താല്പര്യം. അതുകൊണ്ട് ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചു, കഴിഞ്ഞ ദിവസം ഒരു പത്രിക തള്ളുന്ന സാഹചര്യത്തിൽ ഇവൻ പോയി സംസാരിച്ചു കണ്ടായിരുന്നു. കൺവിൻസ് ചെയ്യിപ്പിച്ച് ആ തള്ളാൻ മാറ്റി. അതാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്നും ആളുകൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി. അതേപോലെ തന്നെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ പോയി കൽപ്പറ്റ പോയി. അത് കറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത് ചെയ്യിക്കാനുള്ള കഴിവ്, ആ കഴിവ് ഇവനുണ്ട്. പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും ഒക്കെ അവനൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൊണ്ട് അവന് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് അവനെ വ്യക്തിപരമായി ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ CPM ദോഷം ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം CPM മറ്റൊരു വിഷയം ഇല്ലാതെ വരുമ്പോൾ ഇപ്പം CPM കാരൻ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? രാജ്ഭവൻ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. എല്ലാവരും അയ്യപ്പൻ്റെ ഒരു വീട്ടിൽ വോട്ട് വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിൽ കയറാൻ അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവരതിന് മുഖം മൂടിയിടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിക്കാൻ പോകുന്ന കഥയും കൊണ്ട് വന്നാൽ എനിക്ക് കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ചേർത്ത് ജനങ്ങൾ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ശബരിമല ബാധിക്കുകയും ചെയ്യും. ശബരിമല ബാധിക്കില്ല. അതായത് നമ്മൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്തിപൂർവ്വം പോയി കണ്ടുകൊണ്ടിരുന്ന ഭഗവാനെ തന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി ഇവരെ ശ്രമം നടത്തിയിരിക്കുന്നു. ഭഗവാന് ചുറ്റിനുമുള്ള ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്ഥാനക്കന്മാർ അടിച്ചോണ്ട് പോവുകയാണ്. ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്ന അതിനൊരു കുഴപ്പമില്ല. അത് ആരാ കൊണ്ടുപോകുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റായാലും CPM നേതാക്കൾ ഇനി കടകംപള്ളി പിടികൂടുമെന്നാണ് പറയുന്നത് അവസാനം. അപ്പം ഈ സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത് കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് മറയിടാൻ വേണ്ടി ഇവർ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വെക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അല്പമെങ്കിലും വിവേകവും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി രംഗത്ത് വരത്തില്ല. കാരണം അവക്കറിയാം എങ്ങനെയായിരുന്നു ബന്ധമെന്ന്. ആരുടെയോ കൈകളിൽ അവൾ വീണുപോയി, ചില സദാചാര ആംഗലന്മാരുടെയും പെങ്ങന്മാരുടെയും കയ്യിൽ. ആ വീഴ്ച ക്ഷീണമുണ്ടാക്കുന്ന അവക്കാണ്. പലപ്പോഴും ഇത്തരക്കാരിൽ നിന്ന് പെടുന്ന ഇത്തരം ആളുകളുടെ കൈകളിൽ അവർക്ക് ട്രോമ ഉണ്ടെങ്കിൽ അത് മറക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത് 3 മാസം കൂടുമ്പോൾ ചെയ്തു, പിന്നെ 6 മാസം കുടിച്ചു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് തൻ്റെ അടുത്തോടു കൂടി അയാൾ ആദ്യം അയാളുണ്ടായി മിണ്ടുന്നില്ലായിരുന്നു. ഇത്തവണ വളരെ കൃത്യമായ മറുപടി പറഞ്ഞു, ചോദിച്ചോട് പറഞ്ഞു. ആളുകൾ അതേസമയം അയാൾ ആ ട്രാപ്പിൽ വീണില്ല. ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് ചോദ്യത്തിന് അയാൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല. അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഉത്തരം, ഈ ഒറിജിനലാണോ ഇല്ലയോ എന്ന് സംശയമുള്ള നിങ്ങൾ എന്തിനാണ് ഇത് സംപ്രേഷണം ചെയ്തത്? അയാൾ ചോദിച്ചൊരു ചോദ്യം. നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ ഇനി ഒറിജിനലാണോ ഇല്ലയോ ചോദ്യത്തിന് എന്താ പ്രസക്തി? അതല്ലൊരു വ്യാജരേഖയാണെങ്കിൽ കൊടുത്ത ആൾ അല്ല, ഇനി എന്താ പ്രസക്തി? ഞാൻ ചോദിക്കുന്നത്, ചാനലുകൾ പറഞ്ഞു ഒറിജിനലാണ്. ഇനിയിപ്പോൾ എൻ്റെ വായിൽ നിന്നാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒറിജിനലാണെന്നോ അല്ലെന്നോ? നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒറിജിനൽ അല്ലെന്ന് വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞു ഒറിജിനലാണ്, സംപ്രേഷണം ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്താണ്, ഇനി എന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറി. എന്നുവെച്ചാൽ അതേ പഴയ ആദ്യ വിവാദം ഉണ്ടായപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇപ്പോഴത്തെ ഇപ്പം അങ്ങനെയല്ല. നല്ല തൻ്റെ അടുത്തോടെ പറയും. അതുകൊണ്ട് തന്നെ ഗുണൻ രാജ്മോഹൻ ഇന്ന് ആരെങ്കിലും ഇതിനൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടോ? ഇല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നു പോയില്ലേ? ഇന്നലെ അത് കത്തി വന്നു,
എന്താ മല പോലെ വന്നു, എലി എലി പോലെ പോലെ പോയി. ഇന്ന് ഒരാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു ഇന്ന് പ്രതികരണം ഒരു വാർത്തയില്ല എന്ന് ഓർക്കണം. ആകപ്പാടെ ഇന്ന് ഇതുവരെ കിട്ടിയിരിക്കുന്ന വാർത്ത ദിലീപിന്റെ സാധനമാണ്. അത് അത്രേ ഉള്ളൂ. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ വിട്ടു. അതാണ് തൻ്റെ ഇടമുള്ള നിലപാട്. കറക്റ്റ് നിലപാടെടുത്താൽ ഒന്നും സമയം. അതുകൊണ്ട് ഞാൻ കരുതുന്നത് രാഹുലിൻ്റെ ഒരു പൂട പോലും പറിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഈ വിവാദം രാഹുലിനെ ഒരു തരത്തിലും ബാധിക്കില്ല. ഇത് CPM ക്ഷീണമാവുന്നതാണ് ആത്യന്തികമായി അവർക്ക് തന്നെ ക്ഷീണമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം.